ഞങ്ങൾക്ക് 4 പേർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീച്ചിലേക്കുള്ള വിസിറ്റാണ് കേട്ടോ. അവിടെ പോയിട്ട് വെള്ളത്തിൽ കളിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അതിന് നമുക്ക് ആർക്കും ഒരു എതിരഭിപ്രായം ഇല്ല. അല്ലാണ്ട് വേറെ എവിടെയൊക്കെ പോണ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 പേർക്കും 4 അഭിപ്രായം വരും കേട്ടോ. പക്ഷേ ഈ ഒരു കാര്യത്തിന് ഒന്നിനും ഒറ്റക്കെട്ട്, അല്ലെങ്കിൽ ഇതിൽ ഞങ്ങൾ ഭയങ്കര ഒറ്റക്കെട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നാട്ടിൽ വന്നിട്ട് പിറ്റേ ആഴ്ച മുതൽ ഉണ്ണിക്കുട്ടി പറഞ്ഞു തുടങ്ങിയതാണ് ബീച്ചിൽ പോകണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്ന് ബീച്ചിലേക്ക് പോവുകയാണ്. നമ്മൾ വൈപ്പിൻ ബീച്ചിലേക്കാണ് പോകുന്നത്. അതാണല്ലോ നമുക്ക് കുറച്ചും കൂടി അടുത്ത്. പ്രോപ്പർ കൊച്ചിക്കായിട്ടുള്ള എനിക്ക് 7-8 കൊല്ലം ബാംഗ്ലൂർ നിന്നിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്തത് ബീച്ചാണ് കേട്ടോ. ഒന്ന് ഓടിപ്പോകാൻ ഒരു ബീച്ച് ഉണ്ടെങ്കിൽ അത് എനിക്ക് തരുന്നൊരു ആശ്വാസം അത് ഭയങ്കര വേറെയാണ്. ഒന്നും വേണ്ട, ഒരു പർച്ചേസിങ്ങും ഒരു സാധനങ്ങളും ഒരിടത്തുനിന്ന് ഒന്നും വാങ്ങിയില്ലെങ്കിലും എനിക്കൊന്ന് ബീച്ചിൽ പോയാൽ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സന്തോഷം വേറെ ഒരു ഹാങ് ഔട്ട് പ്ലേസിനും കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമ്മൾ ചെന്നൈയിലായിരുന്നപ്പോഴും അവിടെ ചുറ്റും നിറച്ച് ബീച്ചസ് ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് അതങ്ങനെ മിസ്സിങ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ബാംഗ്ലൂരിലാണ് നമുക്കിത് ഭയങ്കര ഒരു വിഷമായത്. അതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു നമ്മൾ എപ്പോഴും പറയായിരുന്നു. കൊച്ചിയിലേക്ക് നമ്മൾ റീലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ടുള്ള ബീച്ച് വിസിറ്റ്സ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് വൈപ്പിൻ ബീച്ച്. ആൻഡ് ഓൾസോ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബീച്ചിൽ ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ വന്നു തുടങ്ങി കേട്ടോ. ബീച്ചിൽ എത്തിയതും അച്ഛനും മക്കളും കൂടി ഇതേ ഓടിപ്പോയിട്ട് ബീച്ചിൽ വെള്ളത്തിൽ കളി തുടങ്ങി. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പയ്യാണ് ബീച്ചിലേക്ക് ഇറങ്ങിയത്. ബിക്കോസ് എനിക്ക് കുറച്ചും കൂടി അവിടെ ഇരുന്ന് ബീച്ച് കാണുകയും വെള്ളം ആ കാറ്റടിക്കുകയും ആ ഒരു ബീച്ചിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ തരുന്നത്. ഞാൻ കൂടുതൽ വെള്ളത്തിൽ കളിക്കാത്ത മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ നനഞ്ഞതായിട്ട് നമ്മൾ കാറിൽ ഇരിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആ പരിപാടിക്ക് പോകാത്തത്. പിന്നെ നമ്മളൊരു 6 മണിയൊക്കെ ആവാറായപ്പോൾ തന്നെ വല്ലാണ്ട് അങ്ങനെ കാർമേഘമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. എപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യാം എന്നുള്ള സിറ്റുവേഷനിലേക്കായി. വന്ന സ്ഥിതിക്ക് നമുക്ക് മഴ പെയ്തിട്ട് പോയാൽ മതി എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വന്നിട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ കുറേ കുട്ടികൾ മഴയത്തൊക്കെ ഫുട്ബോൾ കളിക്കാനായിട്ട് കൊതിയായി. ലിറ്ററലി ഐ വെൻറ്റ് ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ് എന്നുള്ളതാണ് സത്യം. നമ്മൾ മഴയത്തൊക്കെ കുറേ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഒരു കണക്കിനാണ് നിങ്ങളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി അകത്ത് കയറ്റത്. മൊത്തം കോമഡി ആയിരുന്നു. അപ്പോൾ നമുക്ക് വേറെ വ്ളോഗിൽ കാണാം. ടേക്ക് കെയർ.